ഹലോ ഓൾ, വെൽക്കം ടു കൊമേഴ്സ് സ്റ്റഡി ഹബ്. കൊമേഴ്സ് സ്റ്റഡി ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു സബ്ജക്റ്റ് പരിചയപ്പെടാൻ പോവുകയാണ്. എം.കോം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോമിലെ സെക്കൻഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കും ഈ പ്ലേലിസ്റ്റിൽ അല്ലെങ്കിൽ ഈ വീഡിയോകളിൽ തുടർന്ന് വരുന്ന വീഡിയോകളിലൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു തിയറി പേപ്പറാണ്. അപ്പോൾ ഈ തിയറി വൈസ് പേപ്പറിൽ നമ്മൾ പഠിക്കേണ്ടതായ കുറച്ച് രീതികളുണ്ട്. അപ്പോൾ ഏതൊക്കെ പോയിൻറ്റ്സാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പോയിൻറ്റ്സ്, ഇതൊക്കെ വേർതിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് എക്സാമിന് കോമ്പീറ്റ് ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തുടർന്ന് വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് പറ്റണം. തിയറി പേപ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നുമായിരിക്കും. ചിലർക്ക് തിയറി പേപ്പറാണ് ഇഷ്ടം. അപ്പോൾ പ്രോബ്ലം പേപ്പറിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിയറി പേപ്പർ കൂടുതൽ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഏതായിക്കോട്ടെ, എങ്ങനത്തെ തരത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, എനിക്ക് പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല നോട്ട്സുകളും തുടർന്നുള്ള ക്ലാസ്സുകളും തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ തുടർച്ചയായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലാണ് ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ഇടാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളോടിത് പറയാൻ കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് റീച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എല്ലാവരിലേക്ക് എത്തിക്കണം. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കാനായിട്ട് എല്ലാവർക്കും പറ്റണം. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി ഒരു 1% എഫേർട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് അധികം കാര്യങ്ങൾ പറയാതെ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്കൊരു 12 ചാപ്റ്ററുകളാണ് പഠിക്കാനായിട്ടുള്ളത്. ഈ 12 ചാപ്റ്ററിൽ ആദ്യത്തെ 4 ചാപ്റ്റർ ഫസ്റ്റ് മൊഡ്യൂളും, പിന്നത്തെ 4 ചാപ്റ്റർ സെക്കൻഡ് മൊഡ്യൂളും, പിന്നത്തെ ഒരു ചാപ്റ്റർ തേർഡ് മൊഡ്യൂളും, പിന്നത്തെ ഒരു ചാപ്റ്റർ ഫോർത്ത് മൊഡ്യൂളും, പിന്നെ ഫിഫ്ത്ത് മൊഡ്യൂളും, അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ചില മൊഡ്യൂളുകൾ വലുതായിട്ടുള്ള മൊഡ്യൂളുകളുണ്ട്, വലിയ ചാപ്റ്റേഴ്സ് ഉണ്ട്, കുഞ്ഞു ചാപ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് ചെറിയ ബേസിക് കൺസെപ്റ്റ്സിൽ നിന്നും അല്ലെങ്കിൽ ചെറിയ മൊഡ്യൂൾസിൽ നിന്നും നമുക്ക് തുടങ്ങാം. അതായത് കുറേ ചാപ്റ്ററുകൾ ഉണ്ടെങ്കിൽ തന്നെ, ഈ 12 ചാപ്റ്റർ ഉണ്ടെങ്കിൽ കൂടി അതിൽ ചില ചാപ്റ്ററുകളൊക്കെ ഒരു 10 അല്ലെങ്കിൽ 5 7 പേജുകളൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് പഠിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾ എക്സാമിൻ്റെ തലേദിവസം നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ ഞാൻ നേരത്തെ കൂട്ടി പറയുന്നത്. അപ്പോൾ 12 ചാപ്റ്റർ ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേരാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ബേസിക് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഏതൊരു പുസ്തകം നമ്മൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്താ, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണ് സ്ട്രാറ്റജി, എന്താണ് മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് എന്താണ് സ്ട്രാറ്റജി എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. എന്താണ് ഈ സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രാറ്റജി ആസ് എൻ ഏരിയ ഓഫ് മാനേജ്മെൻറ്റ്, അത് ഒരു മാനേജ്മെൻറ്റിലെ ഒരു പർട്ടിക്കുലർ ഏരിയ ആണ്. It is concerned with the general direction and long-term policy of the business as distinct from short-term tactics. ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് ഷോർട്ട് ടൈമിൽ ചെയ്യുന്ന ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിനെക്കാട്ടും നമ്മൾ ലോങ് ടേം പോളിസീസ് ഫോക്കസ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിൻ്റെ എൻഡ് ഓഫ് ദി ഗോൾസ് എത്തുന്നത് വരെ നമുക്ക് സക്സസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന മാനേജ്മെൻറ്റിലെ ഒരു പർട്ടിക്കുലർ ഏരിയനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇറ്റ് മീൻസ് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ എൻഡ്സ്. ഓർഗനൈസേഷൻ്റെ എൻഡ്സിൽ നമുക്ക് വേണ്ട ഒബ്ജക്റ്റീവ്സും ഗോൾസും എന്താണോ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പോർഷനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത്, ദ കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട് വൈ സം ഓർഗനൈസേഷൻ സക്സീഡ് ഓർ വൈൽ അതേഴ്സ് ഫെയിൽ. എന്തുകൊണ്ടാണ് കുറച്ച് ഓർഗനൈസേഷൻസിന് മാത്രം സക്സസ് ലഭിക്കുന്നതും കുറച്ച് ഓർഗനൈസേഷൻസ് തോറ്റു പോകാനുള്ള കാരണം എന്താണ്, ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജിയുടെ മെയിനായിട്ടുള്ള കീ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്.
നിങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ. ഇതൊക്കെ പഠിക്കാനുള്ള പോയിൻറ്റ്സാണ് നിങ്ങൾക്ക് സിമ്പിൾ പോയിൻറ്റ്സ് ആക്കി തന്നേക്കുന്നതാണ്. അപ്പം ഒന്നില്ലെങ്കിൽ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം അത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളത് നോട്ട്സ് എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ, എങ്ങനെയാണ് ഓർഗനൈസേഷൻ സക്സസ് ആവുന്നതും ഫെയിലിയർ ആവുന്നതെന്നുള്ളതിനും പഠിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. പിന്നെ ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സക്സസ് ഓഫ് ദ ബിസിനസ് ആസ് ഇറ്റ് ടച്ചസ് ദ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ദ മാനേജ്മെൻറ്റ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിനെ ടച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഡിഫറെൻ്റ് എലമെൻറ്റ്സ്, മാനേജ്മെൻറ്റിൻ്റെ ഡിഫറെൻ്റ് എലമെൻറ്റ്സിനെ സക്സസ്സിലേക്ക് നയിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ആർക്കുള്ളത്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിനുള്ളത്. അത് ഏതൊക്കെ എലമെൻറ്റ്സിലാണ് എത്തുന്നത്, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഈ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എന്ന് പറയുന്ന മേഖലകളിൽ സക്സസ് വരുത്താൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്ത്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇറ്റ് ഓൾസോ ഫൈൻഡ് സൊല്യൂഷൻസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ റൂട്ട് ഓഫ് ദ സക്സസ് ആൻഡ് ഫെയിലിയർ ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷന് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ബെറ്റർ അവെയർനെസ് നൽകുകയാണ്. എങ്ങനെ, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലൂടെ. എന്താണ് നമുക്ക് തരുന്നത്, എങ്ങനെയാണ് സക്സസ്സിൻ്റെ റൂട്ടിലേക്ക് എത്തിച്ചേരുക, അല്ലെങ്കിൽ നമ്മുടെ ഫെയിലിയറിന് കാരണമാകുന്നത് എങ്ങനെയാണ്, അതിൻ്റെ എൻഡ് റൂട്ട് എവിടെയാണ്, അല്ലെങ്കിൽ ബിഗിനിങ് റൂട്ട് എവിടെയാണ്, ഇത് കണ്ടുപിടിക്കുകയാണ് ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തം. മനസ്സിലായോ? എങ്ങനെ നമുക്ക് എങ്ങനെയാണ് സക്സസ്സും ഫെയിലിയർ ഉണ്ടാവാനുണ്ടായ കാരണം, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്തുകൊണ്ടാണ് വന്നത്, അപ്പോൾ റൂട്ട് കോസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് തരുന്ന അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ തരുന്ന ഒരു സബ്ജക്റ്റാണ് എന്ത്, സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജിയിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ നമ്മളെ എന്തിനു വേണ്ടി നമ്മളെ സഹായിക്കും, ഒരു ബെറ്റർ അപ്രീസിയേഷൻ ഓഫ് സ്ട്രാറ്റജീസ് നമ്മളെ എന്തിനു സഹായിക്കും, നമ്മുടെ സക്സസ്സിൻ്റെ പ്രോബബിലിറ്റി കൂട്ടാനും ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ടും സഹായിക്കും. മനസ്സിലായോ? അതായത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ സ്ട്രാറ്റജീസ് ബിസിനസ് മാനേജ്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സക്സസ്സിൻ്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സക്സസ്സിൻ്റെ ചാൻസ് കൂട്ടാനും തോൽവിയുടെ ചാൻസ് കുറയ്ക്കാനായിട്ട് നമുക്ക് സഹായിക്കും. അപ്പോൾ ഒരു ബിസിനസ് മാനേജ്മെൻറ്റിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഈ സ്ട്രാറ്റജിയുടെ കൺസെപ്റ്റ് എന്താണെന്ന് പറയാം. ഇത്ര നേരം സ്ട്രാറ്റജി എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. ഇതിനൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ സ്ട്രാറ്റജി എവിടെ നിന്നാണ് വന്നേ, ഈ സ്ട്രാറ്റജി എങ്ങനെ ഉണ്ടായേ, ഈ ടേം ആരെ കൊണ്ടുവന്നേ, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എസ് എ പാർട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ പോയിൻറ്റ്സ് ആയതുകൊണ്ടാണ് ഇതൊന്നും സ്കിപ്പ് അടിക്കാതെ. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഇത് എഴുതാൻ പറ്റും. അപ്പോൾ സ്ട്രാറ്റജിയുടെ കൺസെപ്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ ടേം സ്ട്രാറ്റജി ഈസ് ഡിറൈവ്ഡ് ഫ്രം മിലിറ്ററി എന്നാണ് ഇത് ഡിറൈവ് ചെയ്തത്. എങ്ങനെയാണ് ഇത് വന്നത്, ഈ ടേം എങ്ങനെയാണ് വന്നത്? ഇറ്റ് ഈസ് ടേക്കൺ ടു മീൻ ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ദ മൂവ്മെൻറ്റ് ഓഫ് ട്രൂപ്സ് ടു ഔട്ട്പ്ലേ ദ എനിമി ഇൻ ദ ബാറ്റിൽ ഫീൽഡ്. ഒരു യുദ്ധം നടക്കുമ്പോൾ ആ ബാറ്റിൽ ഫീൽഡിൽ നമ്മുടെ എനിമീസ് എങ്ങനെയാണ് നെക്സ്റ്റ് മൂവ് എടുക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ പടയാളികളെ പ്ലാൻ ചെയ്ത് അവരുടെ മൂവ്മെൻറ്റ് സെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മിലിറ്ററി ടേമാണ് എന്ത്, സ്ട്രാറ്റജി. ഒരു യുദ്ധം നടക്കുമ്പോൾ പടയാളികൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന യുദ്ധത്തിന് വരുന്ന ആൾക്കാർ എന്തായിരിക്കും അവരുടെ നെക്സ്റ്റ് മൂവ്മെൻ്റ് എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്ത് നമുക്ക് അവരെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്ലാൻ ചെയ്യും അടുത്തത് അവരെന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത് നമ്മളൊരു പ്രോസസ്സ് പ്ലാൻ ചെയ്യും. ഒരു മൂവ്മെൻറ്റ്, ട്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പട്ടാളക്കാരെ ഒരുമിച്ച് നിർത്തിയാൽ അവരുടെ ടീമിനെ പറയുന്നതാണ് ട്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ബാറ്റിൽ ഫീൽഡിൽ നടക്കുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ജനറൽ സ്ട്രാറ്റജീസ് മെയ്ഡ് ചെയ്യും. അങ്ങനെയാണ് ഈ ടേം സ്ട്രാറ്റജി എന്ന് പറയുന്ന ടേം ഡെവലപ്പായി വന്നത്. അപ്പോൾ എന്തിനാണ് നമ്മളിപ്പോൾ ഇത് ഇവിടെ പറഞ്ഞേ, മിലിറ്ററി എന്നാണ് വന്നതെന്നൊക്കെ എന്തിനാണ് പറഞ്ഞേ? അതിനൊരു പ്രത്യേക തരം കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് എന്ന് പറയുന്നതും ഒരു തരത്തിൽ വാർ തന്നെയാണ്. ഇവിടെ നോക്കിയേ, ബിസിനസ് ഈസ് ഓൾസോ ലൈക്ക് എ വാർ. ബിസിനസ് ഒരു യുദ്ധത്തിനോട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ്? എവറി ഓർഗനൈസേഷൻ ഹാസ് ടു ഹാവ്
ദ ചലഞ്ചസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് പോളിസി. നമുക്ക് നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ അത് മൊണോപ്പൊളി അല്ലെങ്കിൽ, മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഒരാൾ മാത്രമായിരിക്കും ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള ആൾക്കാരാണ് മൊണോപ്പൊളി എന്നാണ്. മൊണോപോളിസ്റ്റിക് എക്കോണമി അല്ലാത്ത പക്ഷം ബാക്കി ഏത് തരത്തിലുള്ള ബിസിനസ് ചെയ്യുകയാണെങ്കിലും നമുക്കൊരു കോമ്പറ്റീറ്റർ ഉണ്ടാവും. അപ്പോൾ ഈ കോമ്പറ്റീറ്ററെ ചലഞ്ച് ചെയ്ത് കോമ്പറ്റീറ്റേഴ്സ് പോളിസി ബിൽഡ് ചെയ്ത് അവരെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്ട്രാറ്റജി. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്ന വേർഡ് വാറിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ അതുപോലെ തന്നെ ബിസിനസ്സിലും ഇമ്പോർട്ടൻസ് വരാനായിട്ടുള്ള കാരണം. ഇനി അടുത്തത് പറയാം. ദിസ് മീൻസ് ദാറ്റ് ബിസിനസ് പ്ലാൻസ് മസ്റ്റ് ബി മെയ്ഡ് ഇൻ ദ ലൈറ്റ് ഓഫ് പ്ലാൻസ് ഓഫ് ദ കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ സ്ട്രാറ്റജി മെയ്ഡ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ മെയ്ഡ് ചെയ്യണത്, ഈ സ്ട്രാറ്റജി മെയ്ഡ് ചെയ്യണത് എന്തിൻ്റെ വെളിച്ചത്തിലാണ്? നമുക്ക് എങ്ങനെ വേണം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ ഫേസ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ സ്ട്രാറ്റജിയുടെ വെളിച്ചത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കുക. ദിസ് ഈസ് മോർ കറക്റ്റ് ഇൻ ദ പ്രസൻറ്റ് കോണ്ടെക്സ്റ്റ് ഓഫ് ലിബറലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ വേർ ഇൻഡസ്ട്രീസ് ആർ ബിക്കം മോർ ആൻഡ് മോർ കോംപ്ലക്സ് ആൻഡ് കോമ്പറ്റീറ്റീവ്. ഇപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസൻറ്റ് കോണ്ടെക്സ്റ്റിൽ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് ഇത് കൂടുതൽ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് പണ്ട് പഠിക്കാനില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു, ഇപ്പോഴാണ് ഈ സബ്ജക്റ്റിന് പ്രാബല്യം വന്നു തുടങ്ങിയത്. എന്തുകൊണ്ടാണ്? ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് ഭയങ്കരമായിട്ട് ഈ പ്രസൻറ്റ് കോണ്ടെക്സ്റ്റിൽ ലിബറലൈസേഷനും വന്നപ്പോൾ ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം എന്താ? ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും. നമ്മുടെ രാജ്യത്ത് നിന്ന് നമുക്ക് വേറെ രാജ്യത്തേക്ക് പോയി ബിസിനസ് ചെയ്യാനും നമ്മുടെ രാജ്യത്തേക്ക് വന്ന് ബിസിനസ് ചെയ്യാനുള്ള പോളിസീസ് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രാജ്യത്തൊരു ബിസിനസ് തുടങ്ങിയാൽ നമുക്ക് പുറത്തത്തെ രാജ്യത്തെ ആൾക്കാർ കോമ്പറ്റീറ്റേഴ്സായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെയാണ് നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പ്രാധാന്യം വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇത് കോമ്പറ്റീറ്റീവ് ആവും, ഇത് കോംപ്ലക്സ്ഡ് പ്രോസസ്സാവും. അപ്പോൾ ഇതിനൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ട്രാറ്റജി എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യണം. അതാണ് ഇവരിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ദ 2 ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് സ്ട്രാറ്റജിയുടെ 2 ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? ഫോർമുലേഷൻ ഓഫ് പ്ലാൻ, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻ. പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുക, ആ ഫോർമുലേറ്റ് ചെയ്ത പ്ലാനിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ സ്ട്രാറ്റജിയുടെ മെയിനായിട്ടുള്ള 2 ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി അടുത്തത് പറയണത്, സ്ട്രാറ്റജി ഈസ് എ കൈൻഡ് ഓഫ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി വിച്ച് ടെൽസ് അബൌട്ട് വാട്ട് ആൻ ഓർഗനൈസേഷൻ ഇൻറ്റൻസ് ടു ഡു. നമ്മുടെ ഒരു ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് തുനിഞ്ഞിറങ്ങേണ്ടത്, എന്ത് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്, എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പാറ്റേൺ ഓഫ് ഓർഗനൈസേഷൻ റെസ്പോൺസ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ് ഓവർ ടൈം. മനസ്സിലായില്ലേ? അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്. അതെന്താണ് നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്? നമ്മുടെ ഓർഗനൈസേഷൻ എന്താണ് ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് തുനിഞ്ഞിറങ്ങപ്പെടേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നമ്മുടെ ബിസിനസ് സക്സസ് ആവുക എന്നുള്ളത് പറയുന്നതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ടൈം. സ്ട്രാറ്റജി ഇൻവോൾവ്സ് ഡിസൈഡിങ് ദ ബേസിക് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനിലെ ബേസിക് ഗോൾസും ഒബ്ജക്റ്റീവ്സും ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി കൂടി ആർക്കുണ്ട്? സ്ട്രാറ്റജിക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് സ്ട്രാറ്റജിയുടെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഷോർട്ടായിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഇത് ഞാൻ കുറേ നോട്ട്സിൽ നിന്ന് വലിയ നമ്മുടെ ടെക്സ്റ്റിൽ കുറേ കാര്യങ്ങൾ വരാതെ എഴുതിയിട്ടുണ്ട്. അത് ഫിൽറ്റർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുള്ള നോട്ട്സാണ്. അപ്പോൾ ഈ നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, കൺസെപ്റ്റ് എന്താണ്, സ്ട്രാറ്റജിയുടെ കൺസെപ്റ്റ് എന്താണ്, എവിടെ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു പാർട്ടിലേക്ക് കിടക്കുക. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്നാണ്. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ തന്നെ പേര് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്നാണ്, അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്നാണ്. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മലയാളത്തിൽ പറയുകയാണെങ്കിൽ തന്ത്രം. ഒരു തന്ത്രത്തിനെയാണ് സ്ട്രാറ്റജി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. അത് എപ്പോഴും നമ്മുടെ കൺസെപ്റ്റിൽ ഉണ്ടാവും. ഈ സബ്ജക്റ്റ് അവസാനിക്കുന്നത് വരെ നമ്മുടെ കൺസെപ്റ്റിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്? വാട്ട് ഈസ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്? അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈസ് ഹൗ എ കമ്പനി പ്ലാൻസ് ആൻഡ് പുട്ട് ഇൻ ടു ആക്ഷൻ ആൻഡ് സീക്സ് ഇറ്റ് ബിഗ് പിക്ചർ ഡിസിഷൻസ്. അതായത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി എങ്ങനെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെ സ്ട്രാറ്റജിയുടെ 2 ആസ്പെക്ട്സ് പറഞ്ഞു. ഫോർമുലേറ്റ് ദ പ്ലാൻ ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് കമ്പനി എങ്ങനെ വേണം പ്ലാൻ ചെയ്യാൻ, അതിനെങ്ങനെ വേണം പുട്ട് ഇൻ ടു ആക്ഷൻ, എങ്ങനെയാണത്
ആക്ഷനബിൾ ആക്കേണ്ടത്. ആൻഡ് ഇറ്റ് സീക്സ് ഇറ്റ്സ് ബിഗ് പിക്ചർ ഡിസിഷൻ. അതൊരു വലിയൊരു ബേർഡ്സ് ഐ വ്യൂവിൽ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ് ദാറ്റ് ഹെൽപ്സ് എ ബിസിനസ് റീച്ച് ടു ലോങ് ടേം ഗോൾസ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ലോങ് ടേം ഗോൾസിനെ അച്ചീവ് ചെയ്യാനായിട്ട് ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുക. പിന്നെ പറയുന്നുണ്ട് അതിൽ ഇറ്റ് ഈസ് അബൌട്ട് മേക്കിംഗ് ഷുവർ വാട്ട് യുവർ കമ്പനി ക്യാൻ ഡു ആൻഡ് വാട്ട് ദ മാർക്കറ്റ് നീഡ്സ് സോ യു ക്യാൻ സ്റ്റേ എ ഹെഡ് ഓഫ് യുവർ കോമ്പറ്റീറ്റേഴ്സ് ഓവർ ദ ടൈം. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇപ്പോൾ നമ്മളിവിടെ ഈ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? അതായത് വാട്ട് യുവർ കമ്പനി ക്യാൻ ഡു, നമ്മുടെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൊരു ഉറപ്പ് നമുക്ക് വേണ്ടേ. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് അതിലൊരു ഉറപ്പ് വേണ്ട, നമ്മുടെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ മാർക്കറ്റിന് എന്താണ് ആവശ്യം, അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടല്ല കാര്യമുള്ളൂ. സോ യു ക്യാൻ സ്റ്റേ എഹെഡ് ഓഫ് യുവർ കോമ്പറ്റീറ്റേഴ്സ്. ഇങ്ങനെ ആയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടും ഒരു പടി മുന്നിലേക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ. മനസ്സിലായോ ഞാൻ പറയണത്? അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ കമ്പനിക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മാർക്കറ്റിന് എന്താണ് ആവശ്യം, അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കോമ്പറ്റീറ്റേഴ്സിനെ എഹെഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിലായോ? പിന്നെ അടുത്തതായിട്ട് പറയുന്ന പോയിൻ്റാണ് ഇറ്റ് ഇവാലുവേറ്റ് ആൻഡ് ഓർഗനൈസ് ദ കമ്പനി റിസോഴ്സസ് ടു അച്ചീവ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ കമ്പനിയുടെ ഗോൾസിനെയും ഒബ്ജക്റ്റീവ്സിനെയും ഓർഗനൈസ് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ട്? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിനുണ്ട്. ഇത്തിരി സ്പീഡിൽ പോവാണ് ഞാൻ. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് സ്ട്രാറ്റജീസ് ടു അച്ചീവ് ആൻ ഓർഗനൈസേഷൻ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഗോൾസിനെയും ഒബ്ജക്റ്റീവ്സിനെയും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഫോർമുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതിൻ്റെ പോയിൻറ്റ്സ് ആണ് കേട്ടോ. പിന്നെ എന്താണ് ഇത് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഹിസ് അല്ല കേട്ടോ, ഇറ്റ് ഈസ് എന്നാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ചാർട്ട് ആൻ ഓർഗനൈസേഷൻ ഫ്യൂച്ചർ കോഴ്സ് ആൻഡ് എൻഷർ ഇറ്റ്സ് എബിലിറ്റി ടു മെയിൻറ്റെയിൻ കോമ്പറ്റീറ്റീവ്നെസ് ഇൻ എ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു ചേഞ്ചിങ് എൻവയോൺമെൻറ്റിലാണ്. ഇന്ന് നടക്കുന്നതല്ല നാളെ നടക്കുന്നത്. അപ്പോൾ ഈ ചേഞ്ചിങ് എൻവയോൺമെൻറ്റിൽ കോമ്പറ്റീറ്റീവ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അതിനുള്ളൊരു എബിലിറ്റി വരുത്താനായിട്ട് നമ്മുടെ ഫ്യൂച്ചർ കോഴ്സ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ചാർട്ട് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഫ്യൂച്ചർ കോഴ്സുകളെ ചാർട്ട് ചെയ്യുന്നത് ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ്. അടുത്തതോടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് സ്ട്രാറ്റജി എന്താണെന്നാണ്, മാനേജ്മെൻറ്റ് എന്താണെന്നാണ്. അത് ഞാൻ ജസ്റ്റ് 2 പോയിൻ്റ് എഴുതി വെച്ചെന്നുള്ളൂ. സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ മേക്ക് ചെയ്ത ചോയ്സസും ഡിസിഷൻസും എഫക്റ്റീവായിട്ട് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ 4 എലമെൻറ്റ്സ്, അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ് എന്ന് പറയുന്ന മേഖലകളിലേക്ക് എത്തിച്ച് അതിനെ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് എഴുതണം, പ്ലസ് ഒരു ഡെഫിനിഷനും. പിന്നെ സ്ട്രാറ്റജി എന്താണെന്ന് എഴുതണം, മാനേജ്മെൻറ്റ് എന്താണെന്ന് എഴുതണം. മനസ്സിലായോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും വരും, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഇനി ഞാൻ നിങ്ങളോടൊരു ഡെഫിനിഷൻ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതാണ് നിങ്ങളുടെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ. എന്താണ് ഡെഫിനിഷൻ കൊടുത്തേക്കണേ? അക്കോർഡിംഗ് ടു കെന്നത്ത് ഹാറ്റൺ, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ആൻ ഓർഗനൈസേഷൻ ഫോർമുലേറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മാനേജസ് ടു അച്ചീവ് ദം. അച്ചീവ് എന്നാണ് കേട്ടോ, ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അച്ചീവ് എന്നാണേ, അച്ചീവ്. അപ്പോൾ എന്താ പറയുന്നത് അവിടെ? കെന്നത്ത് ഹാറ്റൺ എന്ന് പറയുന്ന ആളാണ്. അയാൾ എന്താണ് പറയുന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു. ബൈ വിച്ച് ദ ഓർഗനൈസേഷൻ ഫോർമുലേറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കൂടാതെ ഒരു ആൻഡും കൂടി വന്നിട്ടുണ്ട്. എന്താണ് പറയുന്നത്? മാനേജേഴ്സ് ടു അച്ചീവ് ദം. അതായത് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്ന, നമ്മുടെ ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്ത് ആ ഫോർമുലേറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാനായിട്ട് മാനേജേഴ്സ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിനെയാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ. അതുകൊണ്ടാണ് ഇത് എടുത്തത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറേ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള കാരണം പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും പഠിക്കുക. അപ്പോൾ ഡെഫിനിഷൻ പഠിക്കുക, അതുപോലെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിക്കുക, അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജി എന്താണെന്ന് പഠിക്കുക,
അതുപോലെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും എസ്സേയിൽ എഴുതി വെക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വെയിറ്റേജ് മാർക്ക് സെറ്റപ്പ് ആയതുകൊണ്ട് നിങ്ങൾ കൂടുതൽ എഴുതണം. കൂടുതൽ നോട്ട്സ് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പോയിൻ്റ് വൈസ് നിങ്ങൾക്ക് തരണേ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടി ഈസിനെസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ ക്ലാസ്സുകളെല്ലാവരും ശ്രദ്ധിച്ച് കേട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഇത്രേ ഉള്ളൂ. തുടക്കം ഒരു ഇൻട്രഡക്ഷൻ ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. എന്താണ് ഡെഫിനിഷൻ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്. നമുക്കിനി കുറേ കാര്യങ്ങൾ ഇനി പറയാനുണ്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പറയാം. അപ്പോൾ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു മടി കൂടാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടേക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഷുവറായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് നോട്ട് ഞാൻ PDF ആയിട്ട് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഷെയർ ചെയ്ത് തരാനായിട്ട് ഞാൻ നമ്പർ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ആ നമ്പറിലേക്ക് DM ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നോട്ട്സ് സെപ്പറേറ്റ് തരും. അത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴാണ് കേട്ടോ എനിക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ റെഗുലറായിട്ട് നിങ്ങൾ DM ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തത് മാത്രമല്ല, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന പ്ലേലിസ്റ്റിലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണണമെങ്കിൽ, നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.